ഹായ്. ഡിസംബർ 31, 2025 ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് എനർജറ്റിക് ആകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ന് ഇവിടുത്തെ പബ്ലിക് ഹോളിഡേ ആണ്. പിന്നെ ഇനിയൊന്ന് ഈവനിങ് ഷിഫ്റ്റ് ആണ്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നൊരു 6:30 ആയപ്പോഴത്തേക്കിന് കിടന്നുറങ്ങി. ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു 4:30 5 മണി ആയപ്പോഴത്തേക്കിനാണ് എണ്ണീച്ചത്. എണ്ണീച്ച് കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്കിൽ പിന്നെ രാവിലെ എണ്ണീച്ച് വരാമെന്ന് വിചാരിച്ചു. എണ്ണീച്ച് വന്നപ്പോൾ ഒരാൾ തലയണയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് കുറച്ച് നാളായി പിടിമുറുക്കിയിരിക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ അവനെ ഒന്ന് സ്റ്റേബിൾ ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചു. അതിനുള്ളതും കഴിച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ 2 കവള് വെള്ളം എക്സ്ട്രാ കുടിച്ചു. അതെൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ അതുമൊക്കെ കുടിച്ചു. ഇനി അടുത്ത പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്യുക, കിച്ചണിൽ കയറുക, ബാക്കി മുന്നോട്ടുള്ള പരിപാടി വയ്ക്കുക. ഇന്ന് ഡിസംബർ 31 ആയതുകൊണ്ട് ഇന്ന് നല്ല ആക്റ്റീവായിട്ട് നിൽക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇനിയൊരു ദിവസം ഇല്ലല്ലോ. ഞാൻ നന്നായി ആത്മാർത്ഥതയോടെ ചെയ്തില്ല എന്ന് പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം തന്നെ മുടി അങ്ങോട്ട് ഒതുക്കി വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണെന്നെങ്കിൽ മകൻ ഈ അമ്മയുടെ മുടിയാണ് ഇവിടെ മുഴുവനെന്നും, എൻ്റെ ഭർത്താവ് നിനക്ക് മാത്രം ഈ വീട്ടിൽ മുടിയുള്ളൂ എന്നുള്ള അവകാശത്തിലാണ് പുള്ളി ചോദിക്കുന്നത്. എവിടെ നോക്കിയാലും എൻ്റെ മുടിയുള്ളൂ. അതുകൊണ്ട് അടുക്കള കയറുമ്പോൾ അവിടെയെങ്കിലും കാണരുതെന്നുള്ള ആവശ്യം കൊണ്ട് ഞാനിത് ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിവെച്ചു. ഇപ്പം എൻ്റെ കൊച്ചെൻ്റെ പടം വരയ്ക്കുമ്പം ആദ്യം ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന എൻ്റെ മുടിയാണ്. പുറകിലൊരു വട്ടം. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് അമ്മയുടെ മുടിയാണ്, അമ്മയുടെ മുടി ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഓക്കെ, അതെൻ്റെ ഹൈലൈറ്റായി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അടുക്കള വന്ന് കയറിയപ്പോഴത്തേക്കിനും ഇന്നലെ ഞാൻ നേരത്തെ കിടന്നുറങ്ങി. എന്നെ ആരും വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കിടപ്പ് പിറ്റേന്ന് നേരം വിളക്കുന്നവരെയും കിടന്നുറങ്ങി. അപ്പോഴത്തേക്കിന് അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. കണ്ട ഇവിടെ സാധനം മേടിക്കുന്ന ഒരു കുപ്പിയും ഞാൻ എടുത്ത് കളയാറില്ല. എല്ലാം എനിക്കെല്ലാം റീയൂസബിളാണ്. ഞാൻ എല്ലാം രണ്ടാമത് യൂസ് ചെയ്യും, കഴുകി എടുത്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് അടുത്ത റീയൂസിനുള്ളതായതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നേരത്തെ കഴുകി വെച്ചിരുന്ന കുപ്പിയൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ 1-2 സാധനങ്ങളൊക്കെ താഴെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇനി എൻ്റെ മെയിൻ ഉദ്ദേശം രാവിലെ ഒരു ചായ കുടി. നമ്മൾ ചായ ഉപേക്ഷിക്കാനൊക്കെ നോക്കി 2 ദിവസമൊക്കെ കുടിക്കാതിരുന്നു. പക്ഷെ പറ്റില്ല, എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് മിൽക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ റേവയിൽ പോകുമ്പോഴത്തേക്കിനും അവിടെയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് മിൽക്കിനും ഇത് ഇവിടുന്ന് ഫാമിൽ നിന്ന് വരുന്ന ഐറ്റംസ് മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രഷ് മിൽക്ക് കൊണ്ടുവെക്കും. അവിടെ കൊണ്ടുവെക്കുന്നതാണ്, പെട്ടെന്ന് തീർന്നു പോകും. ചിലപ്പം കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഫ്രഷ് മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് മേടിച്ച് ഫ്രഷ് മിൽക്കൊക്കെ കഴിച്ചിട്ട് നാൾ കുറേ ആയില്ലേ, അതിലൊരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലുള്ള ഒരു ചായക്കുള്ള പരിപാടിയാണ്. അപ്പം നെയ്യൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഒരു ചായക്കുള്ള വെള്ളം ഇപ്പോഴും ഞാൻ അളന്നാണ് വെക്കുന്നത്. എനിക്ക് അളക്കാതെ ചായക്ക് അളവ് ഇങ്ങനെ ഗ്ലാസ്സിൽ നോക്കാതെ എനിക്ക് പറ്റില്ല. ഇത് ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ്സാണ്. ഞാൻ ഈ കപ്പിൽ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ. അങ്ങനെ എനിക്കുള്ള പരിപാടിയൊക്കെ വെച്ച് എല്ലാം അളവിലാണ്. എനിക്കെല്ലാം കൈകൊണ്ട് അളവില്ല, എല്ലാം എനിക്ക് അളന്ന് മടക്കണം. അപ്പം അതവിടെ നിന്നങ്ങോട്ട് തിളയ്ക്കട്ടെ. അതിനിടയ്ക്കാണ് എൻ്റെ അടുത്ത പരിപാടിക്ക് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണം, രാവിലെ എന്താണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഈ സമയത്താണ് എൻ്റെ ചിന്ത. അപ്പം പിന്നെ അങ്ങോട്ട് ചിന്തിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലത്തെ കറിയൊക്കെ കുറച്ചങ്ങോട്ട് മാറ്റി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പാക്കറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. ഇതും ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇതൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഉണ്ടായിരുന്ന ഇന്നലത്തെ കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. ഇവിടെ തണുപ്പായതുകൊണ്ട് കറിയൊന്നും ചീത്തയായി പോകത്തില്ല. അങ്ങനെ നല്ല വൃത്തിയായിട്ട് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ആരോഗ്യത്തിന് ഒരു ദിവസത്തേക്കുള്ളിൽ പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ നമ്മളതൊന്ന് പാക്ക് ചെയ്ത് അകത്തേക്ക് എടുത്ത് വെക്കാമെന്നുള്ള പരിപാടിയാണ്. ഇതെന്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാനായിട്ട്. അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്കിന് ഇവിടെ ചായ കണ്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുപ്പാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചായ വെക്കുമ്പോൾ കുറച്ച് നേരം ചില ദിവസങ്ങളിൽ തുള്ളാറുണ്ട്. അത് അടുപ്പ് ചൂടാവാതെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതെടുത്തപ്പോൾ കിട്ടിയതാണ്. നമുക്ക് മാറാനായിട്ടുള്ള കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മാറില്ല. നമ്മൾ അടുത്ത വീട് മാറുമ്പോൾ പുതിയ അടുപ്പ് നോക്കാം. ഇതൊക്കെ നൊസ്റ്റാളജിയുടെ പുറത്ത് ഇവിടുത്തെ മലയാളിക്കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ച് തീർത്ത കാര്യങ്ങളാണ്. എൻ്റെ ഷെൽഫ് നോക്കൂ, എല്ലാം നമ്മൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ന്യൂട്ടല്ലയും ഞങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കവറുകളാണ്. പിന്നെ 1-2 എണ്ണം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മ കൊടുത്തുവിട്ട സാധനങ്ങൾ. പിന്നെ അപ്പോഴത്തേക്കിന് എൻ്റെ ചായയൊക്കെ തിളച്ചു. അപ്പോഴത്തേക്കിന് എനിക്ക് എന്ത് ചെയ്യാം, എന്താണ് എൻ്റെ രാവിലത്തെ പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചു. എങ്കിൽ പിന്നെ രാവിലെ പൂരിയും കറിയും ആക്കാമെന്ന് വിചാരിച്ചു. പൂരിക്കുള്ള പരിപാടിയാണ്. ഇന്ന് കുഴച്ച് ഞാൻ മറിക്കും. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് അതെനിക്കൊരാൾ തന്നതാണ് കേട്ടോ. പണ്ട് ഒന്നുമില്ലാതിരുന്ന സമയത്ത്, പൈസയൊന്നുമില്ലാതെ ഇവിടെ കയറി വന്നു ഒരു പണി കിട്ടിയ സമയത്ത്
നമ്മൾ സാലറി കയറുമെന്ന് പ്രതീക്ഷിച്ച ആ സമയത്ത് സാലറി കയറിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്നാണെങ്കിൽ സെറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ മറന്നതുകൊണ്ട് തന്നെ ഒരാൾ തന്ന് സഹായിച്ചതാണ്. ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കും, എനിക്കന്ന് പൈസ ഇല്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണത്. അപ്പോൾ ദേ ഒരാൾ ഓടി വന്ന് എൻ്റെ അടുക്ക് വന്ന് ചോദിക്കുകയാണ്, അമ്മ ഇച്ചിരി നേരം ടാബ് കണ്ടോട്ടെ. ഞാൻ ടാബ് കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പിണങ്ങി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്കുള്ള ചായയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ വന്ന് നിന്നപ്പം ദേ കണ്ടോ, ടാബ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ പിണങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പിണങ്ങിയിരുന്നോട്ടെ. ഇപ്പം ഞാനൊന്ന് ഇണക്കാനൊക്കെ നോക്കിയിട്ട് ആൾ എന്ത് ചെയ്താൽ വീഴുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആസ്വദിച്ച് എൻ്റെ ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചു. എനിക്ക് ചായ വേണ്ട, അമ്മ ഉണ്ടാക്കുന്ന ഒന്നും വേണ്ട, അമ്മ എനിക്ക് ടാബ് തന്നില്ലല്ലോ, അതാണ്. പിന്നെ രാവിലെ തന്നെ എൻ്റെ ഒരു കുശുമ്പ്, ഇവിടെ ഈ ബിൽഡിങ്ങിൽ എല്ലാവരും കിടന്നുറങ്ങുമല്ലേ, രാവിലെ 8 മണി, എല്ലാവർക്കും ഒരു അലാം കൊടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ കുക്കർ വെച്ച് ഞാൻ 2 അടി അങ്ങോട്ട് അടിച്ച്, എണ്ണീക്കുന്നവരൊക്കെ അങ്ങോട്ട് എണ്ണീക്കട്ടെന്നേ. ഇവിടെ ആളുടെ പിണക്ക് ഇതുവരെ മാറിയിട്ടില്ല, ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ TV ഒക്കെ വെച്ച് ഞാൻ TV കണ്ടോളാം എന്നുള്ള രീതിയിൽ അവിടെ പോയിരിക്കുകയാണ്. ഇരിക്കട്ടെ, ടാബിന് വേണ്ടിയിട്ടല്ലേ പിണങ്ങിയത്, അതുകൊണ്ട് ഇച്ചിരി നേരം പിണങ്ങിയിരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ തന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും. കാരണം ഒറ്റയ്ക്ക് നിന്ന് പല്ല് കേൾക്കാനൊരൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കാൻ വരുമെന്നുള്ള 100 ഉറപ്പുണ്ട്. പിന്നെ നമ്മൾ പൂരിക്കുള്ള പരിപാടിയാണ്. പൂരിക്കുള്ളതെല്ലാം ഞാനങ്ങോട്ട് പരത്തിയൊക്കെ വെച്ചിട്ട് പൂരി അങ്ങോട്ട് ചുട്ടങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3-4 എണ്ണം ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എനിക്ക് വലിയൊരു പണി കിട്ടി എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ഒരു 4 എണ്ണം കൂടെ ചുട്ട് കാണും. അത് കഴിഞ്ഞ് ചുടാനായിട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഉണ്ടായിരുന്നതൊക്കെ അങ്ങോട്ട് ഒട്ടി പിടിച്ചിട്ട് വല്ലാത്ത പരിപാടിയിലായിപ്പോയി. കാരണം വീണ്ടും ഡബിൾ പണിയായിപ്പോയി. എനിക്ക് തോന്നുന്നു ഞാൻ വിതറിയ ഗോതമ്പ് പൊടി ഇച്ചിരി കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിച്ച് വീണ്ടും ഈ പരുവത്തിലായി. വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഞാൻ ഇന്ന് തീരുമാനിച്ചത് പൂരി ഉണ്ടാക്കാനുള്ളൂ. ഇന്ന് ഞാൻ പൂരി തന്നെ ഉണ്ടാക്കും. ഞാൻ അത് വീണ്ടും കുത്തിയിരുന്ന് ഞാൻ പരത്തിയിട്ട് ഞങ്ങൾക്കുള്ള ഒരു 10-12 പൂരി പരത്തിയെടുത്തിട്ട് അങ്ങോട്ട് വെച്ചു. അതായത് പൊന്നിക്ക് പൂരി ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നെടുത്ത് കഴിച്ചോളും. അതുകൊണ്ട് തന്നെയാണ് പൂരിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതും. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും പരത്തിയെടുത്ത് ഞാൻ പൂരി അങ്ങോട്ട് ചുട്ടെടുത്തു. എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് 31 അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് കുളിച്ച് തലയൊക്കെ അങ്ങോട്ട് കുളിച്ചെടുത്ത്. കാരണം ഇവിടെ തല കുളിച്ച് കഴിഞ്ഞ് ഉണങ്ങാൻ ഒരു ഇച്ചിരി പാടാണ്. തണുപ്പും കൂടി ആയതുകൊണ്ട് ഡ്രയറൊക്കെ വെച്ച് ഉണക്കിയാലും ഉള്ളിലൊരു സുഖം കിട്ടത്തില്ല. എന്നാലും പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലെ വെളിച്ചെണ്ണ, കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എണ്ണ വെക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയൊക്കെ തേച്ചു. വെളിച്ചെണ്ണയിൽ സ്മെല്ല് വരാനായിട്ട് ഇച്ചിരി സാധനങ്ങളും കൂടെ കലർത്തിയിട്ടാണ് ഞാൻ തേക്കുന്നത്. വെളിച്ചെണ്ണയുടെ സ്മെല്ല, നീ വരുമ്പോൾ വെളിച്ചെണ്ണയുടെ സ്മെല്ലാന്ന് ഇവിടുത്തെ ആൾക്കാർ പറയല്ലോ. അല്ലേ തന്നെ അതുങ്ങൾ ഏത് വഴിക്കൂടെ സ്മെല്ല് വന്നാലും പിടിച്ചെടുക്കും, എത്ര നോക്കിയെന്ന് പറഞ്ഞാലും. പിന്നെ നേരെ ഡ്യൂട്ടിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇന്നിവിടെ ഹോളിഡേ ആയതുകൊണ്ട്, ഇവിടെ ഒരു പബ്ലിക് ഹോളിഡേ ആണ് 31-ും 1-ാം തീയതിയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെയ്യുന്നപ്പോഴത്തേക്കിന് റെയിൽവേ സ്റ്റേഷനൊക്കെ കാലിയായിട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ആളുകളുള്ളതാണ്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദേ അവിടെ വന്നിട്ട് ബസ്സിൽ ചെന്നിറങ്ങിയപ്പോഴും അങ്ങും ഇങ്ങും ഓരോരുത്തരെ കാണാനേ ഉള്ളൂ, ഒന്നുമില്ല. ദേ എനിക്ക് പോകാനുള്ള ബസ് അവിടെ കാത്തു നിൽക്കുന്നു. അപ്പോൾ ഇന്ന് ബസ്സിന് പോകാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് രാത്രി വന്നപ്പോഴും ഞാനവിടെ ട്രെയിൻ നോക്കിയിരിക്കുമ്പോഴത്തേക്കിനും ദേ ആരുമില്ല. അവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാലിയായിട്ട് കിടക്കുന്നു. അപ്പം ഞാനിപ്പം കാലിയായിട്ട് കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു ക്യാമറയുണ്ട്. അവിടെ എല്ലായിടത്തും ക്യാമറയുണ്ട്. ആ ക്യാമറയുടെ താഴെ ഞാൻ നിൽക്കാറുള്ളൂ. എന്തെങ്കിലും പറ്റിയാലും കാണണമല്ലോ. കാരണം അവിടെ ചുറ്റും ആരുമില്ല, എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കും രാത്രിയിൽ തിരികെ വന്നപ്പോഴത്തേനും ഒരു 10 മണി ആയപ്പോഴത്തേക്കിനും ദേ പലയിടത്തും പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു തുടങ്ങി. നാളെ ന്യൂ ഇയർ ആണല്ലോ. 12 മണിയാകുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും പടക്കം പൊട്ടിക്കലുമായിട്ട്. പക്ഷേ ഞങ്ങളതിന് നിൽക്കാറില്ല. എന്തിനാ വെറുതെ ഉറക്കം കളിച്ചിട്ട്. പിറ്റേന്നാണെന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിന് പോയി കഴിഞ്ഞപ്പം ഇന്നലെ 1-2 പേരെയെങ്കിലും കണ്ടായിരുന്നു. ഇന്ന് അത്രയും പോലും ഇല്ല. അതുപോലെ ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്നു. ഏതായാലും ട്രെയിൻ സമയത്ത് വന്നുകൊണ്ട് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ട്രെയിനിലൊക്കെ നോക്കി ഫുള്ള് കാലിയാണ്. എനിക്ക് തോന്നുന്ന ട്രെയിനിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത്. റെയിൽവേ സ്റ്റേഷനൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ മുഴുവൻ കാലി. ഇതൊരു അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്കാണ് ആളുള്ളത്. അവിടെ പോലും നല്ല എംറ്റി ആയിട്ട് കിടക്കുന്നു. പിന്നെ അടുത്ത ദിവസം രാവിലെ ദേ കണി എണീറ്റത് തന്നെ നല്ല മഞ്ഞായിരുന്നു. കാരണം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഒരു വരവേപ്പ് എന്നുള്ള രീതിയിൽ 2-ാം തീയതി തന്നെ രാവിലെ മഞ്ഞൊക്കെ അങ്ങോട്ട് പെയ്ത്. അപ്പം കുറേ നാൾ കൂടിയിരുന്ന് മഞ്ഞ് കാണുമ്പം ഒരു സുഖം. പക്ഷേ 2-3 ദിവസം അടുപ്പിച്ച് ഈ മഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ സുഖമൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. പുറകുവശത്തൊന്നും ഒരു തുള്ളി മഞ്ഞ് പോലും വന്നിട്ടില്ല. കാരണം അവിടെ മരം ഉള്ളതുകൊണ്ട് മഞ്ഞ് താഴേക്ക് വീഴുന്നില്ല, മരത്തെ തന്നെ തട്ടി നിൽക്കുവാണ്. അതുകൊണ്ട് അവിടെ മാത്രമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഒരുപാട് കിളികളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് കിളികൾ. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ എന്തേ അപ്പുറത്തെ വീട്ടിലെ ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മരത്തിൽ പുഴിയാത്ത ആപ്പിളൊക്കെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. അതുങ്ങൾക്കും വിശക്കില്ലേ. അപ്പോൾ രാവിലെ മഞ്ഞിങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നതാണ്. അപ്പോൾ ഒരാൾ അമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് സ്നോ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ കുറേ നേരമായിട്ട് ചാടി തെക്കോട്ടും വടക്കോട്ടും നടക്കുവാണ് ആ തണുപ്പത്ത്, സെറ്ററൊക്കെ ഇട്ടിട്ട്.
അപ്പം ആൾക്കൊരു സുഖം ഇതിങ്ങനെ മഞ്ഞിങ്ങനെ ചരിഞ്ഞ് പറന്ന് ദേഹത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ സൈഡിലേക്ക് വീഴുന്ന മഞ്ഞൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ചവിട്ടി പൊട്ടിക്കുന്നു. ഇങ്ങനെ ചവിട്ടുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോകുമല്ലോ, അപ്പോൾ അത് കാണാനൊരു സുഖം. അതിനൊരാൾ ചവിട്ടി പൊട്ടിച്ചൊക്കെ നിൽക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നോക്കി നിന്നു. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, സൈഡിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോകാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് മഞ്ഞേ ഉള്ളൂ, ഒത്തിരി ഒന്നും വീണിട്ടില്ല, ചെറുതായിട്ട് വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടോട്ടെങ്ങും അധികം മഞ്ഞൊന്നുമില്ല. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ചവിട്ടിയാൽ താഴേക്കും. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇറങ്ങുന്നിടത്ത് ഞങ്ങൾക്ക് ഇവിടെ മഞ്ഞ് പിടിക്കാറേ ഇല്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ അവിടെ ഫ്രണ്ടിലൊരു റെസ്റ്റോറൻ്റ് ആണല്ലോ, അവരുടെ കിച്ചൻ്റെ സൈഡ് ആ സൈഡിലേക്ക് വരുന്നത്, അവിടുത്തെ ചൂട് കൊണ്ടായിരിക്കും അവിടെ മഞ്ഞ് വരാറേ ഇല്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്യാവശ്യം മഞ്ഞൊക്കെ നന്നായിട്ട് വീണ് കിടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്ന വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൊക്കെ കളഞ്ഞു കിടക്കുവാണ്. പിന്നെ ആൾക്കാർ സ്ഥിരം നടന്നു പോകുന്നതുകൊണ്ട് തന്നെ അവിടെ അത്രയും മഞ്ഞങ്ങോട്ട് വീഴുന്നൊന്നുമില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നപ്പോൾ അത്യാവശ്യം മഞ്ഞൊക്കെ വീണ് അവിടെ നല്ലൊരു ഭംഗിയിലൊക്കെ കിടക്കുന്നു. ട്രെയിനൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഇന്ന് അത്യാവശ്യം ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. കാരണം ന്യൂ ഇയർ കഴിഞ്ഞല്ലോ, ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പം ഇന്ന് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയ സുഖമാണ്. അന്നേരം നമുക്ക് മൊബൈലിൽ പരത്താൻ തോന്നും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഈ മഞ്ഞ് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും. അപ്പോൾ അവിടെ ഇനി ഒരു 2-3 ദിവസത്തേക്ക്, ഈ ഒരാഴ്ചത്തേക്ക്, ഒരു 2-3 ദിവസമല്ല, ഈ ഒരാഴ്ചത്തേക്ക് ഇനി -ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് തന്നെ. ആത്മാക്കളൊക്കെ മഞ്ഞ് കിടന്നുറങ്ങുന്നു. പോകുന്ന വഴിക്കുള്ള ഒരു ശ്മശാനമാണിത്. അപ്പം ബാഡ് ഒമ്പക്കിൽ നോക്കിയപ്പോൾ തന്നെ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വൈകുന്നേരം വന്നപ്പോഴത്തേന് വണ്ടിയൊക്കെ കയറിയാണെന്നുണ്ട് ഒരുമാതിരി അളിഞ്ഞു പൊളിഞ്ഞ് ആകപ്പാടെ ഒരു ഇതിലാണ് ഇവിടുത്തെ കിടക്കുന്നത്. അപ്പം വണ്ടിയൊക്കെ കയറി കഴിയുമ്പോൾ അഴുക്കും ചെളിയൊക്കെ കണ്ടിട്ട് ഈ മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ അങ്ങ് പോകും. പിന്നെ ഇവിടെ മഞ്ഞുരുക്കി ഗ്ലാസ് പോലെ ആകും കേട്ടോ. അപ്പോഴാണ് വീഴാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സമയങ്ങൾ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ആ സമയത്ത് നടക്കാൻ. പണി എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.